അധിക്ഷേപ പ്രസംഗവുമായി എം എം മണി. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെതിരെയാണ് അധിക്ഷേപ പരാമർശവുമായി എം എം മണി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മുൻ MP PJ കുര്യനെയും പ്രസംഗത്തിൽ എം എം മണി അധിക്ഷേപിക്കുകയാണ്. എം എം മണി പറഞ്ഞത് എന്താണ് എന്ന് കേൾക്കാം. പൗഡറൊക്കെ പൂശി ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചുമ്മാതെ വന്നിരിക്കുക പൗഡർ പൂശി ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്താനം പറയാതെ സംഘൻ ഇല്ലേ ഇനിയും വന്നിരിക്കുക. ഞാൻ ഇപ്പൊ ഉണ്ടാക്കാം ഒലത്താവെന്നും പറഞ്ഞു. നന്നായി ഒലതയ്ക്കുള്ളൂ, നന്നാക്കും. ഇപ്പൊ അതുകൊണ്ടാണല്ലോ കെട്ടി വെച്ച കാശ് കൊടുക്കാൻ പാടില്ല. അതിന് മുമ്പുണ്ട് PJ കുര്യൻ നേരെ പടിയായിരുന്നു. പെണ്ണുപിടി എന്തെല്ലാം കേസാണ് ഉണ്ടായത്, എല്ലാം നമ്മൾ മറന്നോ? ഒക്കെ മറന്നു ആളുകൾ. സന്ദീപ് രാജാക്കാട് കൂടുതൽ വിവരങ്ങൾ നൽകും. സന്ദീപ്, എം എം മണി ഇത്തവണയും ലൈസൻസ് ഇല്ലാതെ പലതും വിളിച്ചു പറയുകയാണല്ലോ. വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊന്നും പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നിർദ്ദേശം നൽകുന്നത് നമ്മൾ കേട്ടതാണ്. അതിനുശേഷമാണ് എം എം മണി പതിവ് പോലെ പലതും പുലമ്പുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? സുജയ പാർവതി, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കർശനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നിർദ്ദേശങ്ങൾ നിലനിൽക്കുകയാണ്. ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ പാടില്ല, ആരെയും ഇത്തരത്തിലുള്ള അധിക്ഷേപ പ്രസംഗങ്ങൾ നടത്തുന്നതിന് പാടില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനത്തിൽ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പോലും കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ ഇപ്പോൾ എം എം മണി വീണ്ടും ഡീൻ കുര്യാക്കോസിനെതിരെ വലിയ രീതിയിലുള്ള അധിക്ഷേപ പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. ഷണ്ടൻ, പെണ്ണുപിടിയൻ തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അധിക്ഷേപം നടത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം തൂക്കുപാലത്ത് ഇന്നലെ നടന്നിരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന പൊതുയോഗത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കത് വഴിയൊരുക്കിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഡീൻ കുര്യാക്കോസ് അതിന് മറുപടി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. തെറിയഭിഷേകം തനിക്ക് ഇത് ആദ്യമായിട്ടല്ല എം എം മണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് സ്ഥിരമായി തന്നെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നതിന് ലൈസൻസ് എടുത്തിരിക്കുന്ന തരത്തിലാണ് എം എം മണി പെരുമാറുന്നത് എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ ഡീൻ കുര്യാക്കോസിന്റെയും വരുന്നുണ്ട്. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള ആരും പരാമർശിക്കപ്പെടാൻ പാടില്ലാത്ത തരത്തിലുള്ള വാക്കുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഡീൻ കുര്യാക്കോസിനെതിരെ UDF സ്ഥാനാർത്ഥിക്കെതിരെ എം എം മണിയുടെ ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ ജോയ്സ് ജോർജ് രണ്ടാം തവണ മത്സരിക്കുമ്പോഴും വലിയ വിവാദമുണ്ടാകുന്ന പ്രസംഗങ്ങൾ ഇത്തരത്തിൽ തന്നെ എം എം മണി നടത്തിയിട്ടുണ്ട്. പ്രസംഗത്തിലൂടെ, വിവാദ പ്രസംഗത്തിലൂടെ ജയിൽവാസത്തിലേക്ക് വരെ പോകേണ്ടി വരുന്ന എം എം മണി അത് തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയുന്നത്. അതും വ്യക്തിഹത്യയിലേക്ക് നീങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഡീൻ കുര്യാക്കോസ് പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നാടൻ ഭാഷ എന്ന് പറഞ്ഞ് എം എം മണി പറയുന്ന പുലയാട്ടുകളെ ജനങ്ങൾ കേൾക്കണമെന്നാണോ എന്ന ചോദ്യമായിരുന്നു മറുചോദ്യമായി ഡീൻ കുര്യാക്കോസ് ചോദിച്ചത്. ഒരുപക്ഷെ കേരളം അത് ചോദിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിലുള്ള പരാമർശങ്ങളെ പൂർണ്ണമായും പാടെ ഒഴിവാക്കേണ്ടതാണ്. സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനകരമാകുന്ന തരത്തിൽ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന ഇത്തരം പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ല എന്ന നിർദ്ദേശമടക്കം നിലനിൽക്കുമ്പോഴും അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങളുമായി യോഗങ്ങളിൽ പരസ്യമായി ഇത്തരം അധിക്ഷേപങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റേതെങ്കിലും തരത്തിലുള്ള പരാതികളുമായി മുമ്പോട്ട് പോകുവാനുള്ള സാധ്യതയും തള്ളിക്കളയുവാൻ കഴിയില്ല. ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസോ ഇതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷനിലൊക്കെ പരാതി നൽകുവാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സുജ.